പാർക്ക് പോകാൻ പോവാണ്. ഞങ്ങൾ പണ്ടത്തെ ഫ്രണ്ട്സ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ കൂടെ അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അവരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അവരുടെ വണ്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ കയറി. ഇപ്പോൾ 4 മണിയാണ് ടൈം. ഏകദേശം പാർക്കിലേക്ക് എത്താൻ ഒരു 20 മിനിറ്റ് എടുക്കും കേട്ടോ. ഈ പാർക്കൊക്കെ പോണ വഴിയൊക്കെ എന്തിനാ എടുക്കണമെന്ന് ചോദിച്ചാൽ ഇങ്ങോട്ട് തോനെ പേര് വരാത്തുണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇതാ ഞങ്ങൾ പാർക്കിൽ എത്താറായി. അപ്പോൾ ഇതാണ് പാർക്കിൻ്റെ എൻട്രി കേട്ടോ. ഇനി നമ്മൾ പാർക്ക് ചെയ്യാനാട്ടോ പോകുന്നത്. പാർക്ക് ചെയ്യാൻ നമ്മൾ നല്ലൊരു സ്ഥലം നോക്കിയിട്ട് പാർക്ക് ചെയ്യണേ, അല്ലെങ്കിൽ ഇത് കുറച്ചുകൂടി ചുറ്റിയിട്ടേ വരാൻ പറ്റുള്ളൂ. റോഡിന് ചില റൂൾസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ കട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്താട്ടോ കൊണ്ടുപോയി പാർക്ക് ചെയ്യുന്നത്. ഈ വണ്ടിയിലാട്ടോ ഞങ്ങൾ വന്നത്. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ ഇറക്കുക കേട്ടോ. എന്നിട്ട് എവിടെ നല്ലൊരു ഇരിക്കാൻ പറ്റിയ സ്ഥലം എന്ന് നോക്കുകയാണ്. എൻ്റെ അനിയത്തി അതാ ഇവിടെ ഒരു ഊഞ്ഞാലിൽ ആടുന്നുണ്ട് കേട്ടോ. ഇവിടെ ഓരോ ഭാഗത്തും തോനെ റൈഡുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല വലിയ പാർക്കാട്ടോ. ഇവിടെ ഇങ്ങനെ ഈവനിങ്ങിന് ആൾക്കാർ വന്നിരിക്കും, എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടേ പോവുള്ളൂ. ഇവരങ്ങനെയാണ് ചെയ്യാറ്. വലിയ പാർക്കായതുകൊണ്ട് തന്നെ കുറച്ച് പേരുള്ളൂ എന്നൊക്കെ തോന്നും, പക്ഷെ ഓരോ പാർക്ക് പോകുമ്പോഴാണ് അറിയണത് തോനെ പേരാണ് ഇവിടെ ഉള്ളത്. ഈ പൂച്ച ഞങ്ങളവിടെ വന്നിരുന്ന ടൈമിൽ മുതൽ ഞങ്ങളെ പിന്നാലെ നടക്കലാട്ടോ പണി. ഇതാണ് ഈ പാർക്കിലത്തെ ഇൻസ്ട്രക്ഷൻസ് കേട്ടോ. പൂ പറിക്കാൻ പാടില്ല, വേസ്റ്റ് എറിയാൻ പാടില്ല, അങ്ങനെയൊക്കെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ കണ്ടപ്പോൾ ഒരു വെറൈറ്റി ആയി തോന്നിട്ടോ. നമുക്ക് ഇതിൻ്റെ അടിയിൽ ഇരിക്കാനുള്ളതാണ്. ഇത് ഈത്തപ്പനയുടെ ഓല വെച്ചിട്ടാട്ടോ ഇത് മേനിക്കണ്. ഇത് എൻട്രൻസിൻ്റെ അവിടെ ഉള്ള ഗാർഡൻ കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. പുതിയ പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട്. ചെണ്ടുമല്ലിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് അവിടുത്തെ ഒരു പോണ്ടാണ്. ഇതിൽ ചെറിയ മീനുകളുണ്ട്. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. മല തുരന്നിക്കാണോ അതോ ഈ പാർക്കിന് വേണ്ടിയിട്ടുള്ളതാണോ എന്ന് അറിയില്ല. അറിയണവർ കമൻറ്റ് ചെയ്യണേ. ഈ പാർക്കിൻ്റെ ചുറ്റും ഒരു മലനിരകളാട്ടോ. ഈ പാർക്ക് സത്യം പറഞ്ഞാൽ ഒരു മലയുടെ നടുക്കിലാണ് വരുന്നത്. എവിടെ നോക്കിയാലും മല നമുക്ക് കാണാം കേട്ടോ. ഇവിടെ ഇപ്പോൾ ചെടികൾ നട്ട് വരുന്നുള്ളൂ, ചെറുതായിട്ടുള്ളൂ. ഇനി ഇതിന് വരുന്നുണ്ട്. കുറച്ച് അങ്ങോട്ട് പോയാൽ അവിടെ നട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞാൽ നല്ല വലിയ ചെടികളായി കുറച്ചുകൂടെ പച്ചപ്പുണ്ടാവും. ഇത് കണ്ടപ്പോൾ എനിക്ക് ഇത്തിരി കൂടി കൗതുകം തോന്നിട്ടോ. നമ്മളെ നാട്ടിൽ കാണാൻ വെള്ളാരം കല്ലാണ് അതിലിട്ട് ഇങ്ങനെ കമ്പി അടിച്ചിട്ട് അതിലേക്ക് വെള്ളാരം കല്ലുകൾ ഇട്ടുകയാണ്. ഇപ്പം സൗദി അറേബ്യയിൽ തണുപ്പായി തുടങ്ങിട്ടോ. അതുകൊണ്ട് നല്ല തണുപ്പ് കാറ്റ് വീശുന്നുണ്ട്. ഇപ്പം ഇതാ സൂര്യാസ്തമയത്തിൻ്റെ സമയമായിട്ടോ, മഗ്‌രിബായി ഇവിടെ. ആകാശം കണ്ടപ്പോൾ ഒരു തീ കത്തണ മാതിരിയൊക്കെ തോന്നിട്ടോ. നിങ്ങൾക്ക് എന്താ തോന്നി കമൻറ്റ് ചെയ്യണേ. അതാ ഈ പൂച്ച ഇവിടെയും വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങളങ്ങനെ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ മഗ്‌രിബായി ഞങ്ങൾ പോകേണ്ട ടൈമായി. ഈ ഇതിൽ തവളകളൊക്കെ ഉണ്ട് തോന്നുന്നു. ചെറിയ മീനുകളുണ്ട്, തവളകളുണ്ട്. സൗണ്ട് കേൾക്കാണ്ട് കേട്ടോ. ഈ പൂച്ച ഞങ്ങൾ എവിടെ പോകണോ അങ്ങോട്ടൊക്കെ വരും കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോവാറായില്ല. അപ്പം ഒരു റൗണ്ട് വേഗം ഓടിക്കാമെന്ന് വിചാരിച്ചിട്ടോ സൈക്കിൾ. ഞങ്ങളങ്ങനെ സൈക്കിൾ ഓടിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടു ഡിസ്ലൈക്ക് ചെയ്യുക. ബൈ.